സംഭവം ഇങ്ങനെ ആദ്യം നമുക്കൊരു പാട്ടിൽ തുടങ്ങാം അല്ലേ? പാട്ട് അല്ല നിങ്ങളെ പാട്ടാണ് അല്ല നിങ്ങളെ പാട്ടാണ്. നിങ്ങള് പാടാൻ ഉദ്ദേശിച്ച പാട്ട് ഏതാ? അന്ന് എല്ലാവർക്കും വേണ്ട. അസ്സലാമലൈക്കും. ഞങ്ങള് കൊല്ലത്ത് പരവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിപാടിക്ക് വന്നപ്പോ പിന്നെ ഞങ്ങള് റൂമിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്ന അതിഥിയാണ് ഇവര്. തങ്ങൾക്കും ഷൈനും എല്ലാവർക്കും അതെ ഇവിടുത്തെ വലിയൊരു ഉസ്താദിന്റെ മകനാണ്. അപ്പൊ തങ്ങൾക്കും എല്ലാവർക്കും മുമ്പ് പരിചയമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. മാഷാ അല്ലാഹ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചെറിയൊരു വീഡിയോ. അല്ല പേര് മുഹമ്മദ് ഫായിസ്. മൈക്കോടെ ഉണ്ടല്ലേ? എന്നാ പാട്ടിൽ തുടങ്ങാം. ഇപ്പൊ പാടി പാട്ടല്ലേ അപ്പൊ ഇക്ക മുട്ടു. അപ്പൊ ദഫും എല്ലാം സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഞങ്ങൾ പരിപാടിക്ക് വന്നല്ലേ? റഹ്മത്തുല്ലിൽ ആലമീൻ നബി ജന്മദിനത്തിന് സ്വാഗതം. നബി ജന്മദിനത്തിന് സ്വാഗതം. ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപുമാന് സ്വാഗതം. നബി പുണ്യപുമാന് സ്വാഗതോ. റഹ്മത്തുല്ലിൽ ആലമീൻ നബി ജന്മദിനത്തിന് സ്വാഗതം. നബി ജന്മദിനത്തിന് സ്വാഗതം. ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപുമാന് സ്വാഗതം. നബി പുണ്യപുമാന് സ്വാഗതോ. തൗഹീദാകും പൂവ് വിരിഞ്ഞു ലോകമതാകെ മണത്തല്ലോ. ലോകമതാകെ മണത്തല്ലോ. പേർഷ്യക്കാരുടെ അഗ്നിക്കുണ്ടു അന്ന് പൊലിഞ്ഞു തകർന്നല്ലോ. അന്ന് പൊലിഞ്ഞു തകർന്നല്ലോ. ആമിനബിയുടെ പൂമകൻ തന്റെ ജന്മദിനത്തിന് സ്വാഗതം. നബി ജന്മദിനത്തിന് സ്വാഗതോ. കാരുണ്യ കടമോസമറിയും സന്മാർഗത്തിൻ ദീപമേ. സന്മാർഗത്തിൻ ദീപമേ. അതർമത്തെ പാടെ മുറിച്ച് അഭിവന്യ പ്രകാശമേ. അഭിവന്യ പ്രകാശമേ. സ്വർണ തരുണികൾ മംഗളം പാടി ഓമന കുഞ്ഞിന് സ്വാഗതം. നബി ഓമന കുഞ്ഞി സ്വാഗതോ. മാഷാ ഇന്ന് കുറച്ച് ആൾക്കാർ മൂപ്പർക്ക് ചാനൽ ഉണ്ടാവില്ല? ഇല്ല ചാനലില്ലേ? ഉണ്ട് ഉണ്ട്. നിങ്ങൾ എന്റെ പാട്ട് ഏതാ കേട്ടത്? മുമ്പേ എന്റെ പാട്ട് ഏതെങ്കിലും കേട്ടിനാ? ഇഷ്ടം പോലെ എന്റെ വീട് എവിടെ എന്നാലും അത് പറ. വീട് പള്ളി നോക്കും അല്ലേ? തിന്നാൻ തരത്തില്ലേ? എന്തോ വടി പോലെ ഇരിക്കുന്ന സ്കെലിറ്റൻ പോലെ ഇരിക്കുന്ന സ്കെലിറ്റൻ പോലെ ഇരിക്കുന്ന തടി വടി പോലെ ഇരിക്കുന്ന. ഒന്ന് കാറ്റടിച്ചാ പറന്നു പോകും. സ്പീക്കറിന്റെ സൗണ്ട് കാണുന്നപ്പോ തെറിച്ചു പോകും. തിന്നാൻ കൊടുക്കൂല. തങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഇന്നാതെ ഇവിടൊക്കെ കഴിച്ചിട്ട് കൊടുക്കും. കാണിക്കലും കേട്ടല്ലേ പറഞ്ഞേക്കാം. നമ്മള് മൂന്നാളൊന്നും എഴുതി വെക്കുന്നതല്ലതാ. എന്റെ പാട്ടിനെ പാടുക.
ഞാൻ സ്റ്റേജിൽ കയറി ഞാൻ ആദ്യം പാടുവേ. എനിക്ക് പാടണം. അത് പങ്കരിക്കാൻ പറ്റത്തില്ല. അതങ്ങനെ ഇത് പിടിച്ചോ, അത് പറ്റത്തില്ല. എന്റെ പാട്ട് ഞാൻ പാടുവേ. ഏത് പാട്ട്? അത് എന്റെ പാട്ടാ. എനിക്ക് പാടണോ? ഇവിടെ ചോദിച്ചോക്ക, എല്ലാവരും ചോദിച്ചോക്ക, അസ്ബി റബി ആരെ പാട്ടാ? എനിക്ക് പാടണോ? അത് പാടട്ടെ. എനിക്കിങ്ങനെ വൈകി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ നിന്റെ കൂടെ പാടൂ? ഉറപ്പാ? ഇന്ന് ഒരുമിച്ച് പാടിയ നിന്റെ കൂടെ അസ്ബി റബി പാടുവോ? ഉറപ്പാ? അറിയുന്ന ഞാൻ പാടാം. ഓക്കെ, അസ്ബി റബി അറിയില്ലേ? എനിക്കറിയാം. നമ്മൾ പൊളിക്കൂട്ടോ. ഓക്കെ, വേറെ ഏത് പാട്ടാ? നിങ്ങളെ വയസ്സ് അറിയാൻ ആഗ്രഹമുണ്ട്. എത്ര വയസ്സായിരുന്നു പറഞ്ഞാല്? 11 വയസ്സായി. അപ്പൊ നമ്മളന്ന് വന്നിട്ട് എത്രയായി? 1 കൊല്ലായോ? അല്ല, 2 കൊല്ലായോ? 23 വന്ന്. ഓർമ്മ ഉണ്ടല്ലേ? പിന്നെ അല്ലാതെ എനിക്ക് ബുദ്ധിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തോ നീക്കാ ചുമ്മാ ലേറ്റ് മാറുന്ന. ഞാൻ നോക്കട്ടെ, പാട്ട് കറക്റ്റ് ആണെന്ന് നോക്കണല്ലോ. അങ്ങനെ ഉണ്ടോ? എനിക്ക് എന്റെ കൂടെ പാടാൻ പറ്റും നോക്കണ്ടേ? അങ്ങനല്ല, ഇതിലൊന്നും വീഡിയോ എടുക്കട്ടെ. ഫോൺ കളിക്കാനല്ല വീഡിയോ എടുക്കണം. എന്താ ഇവനോട് ഇത്ര ദേഷ്യം? ഇവന്റെ പേര് ഓർമ്മയുണ്ടോ? കുഞ്ഞി കുരുവി മാറിപ്പോയി. കുരുവി ഓനോട് അങ്ങനത്തെ ദേഷ്യം 1 മുതൽ പഠിക്കാം. പാടിയിട്ടില്ല. പാടിക്കോ. الأول والآخر الله والباطن جل جلاله سبحانه لا إله إلا هو حسبي ربي جل الله അഴകിലും അഴകായി വാഴുന്ന അഹദവനിൽ പ്രിയരാകുന്ന അതിശയ നൂറ് പൊയ്ക്കുന്ന അമ്പിയ രാജനസൂലുള്ള ഹസ്ബി റബ്ബി ജല്ലല്ല. ഇനിയുണ്ട് ആദിസമാനിൽ ഉദിച്ച നബി. ബാക്കി സ്റ്റേജിൽ പാടാം. അപ്പൊ ലൈവ് എടുക്കണേ. ഡ്രസ്സിങ് സൂപ്പറായി കേട്ടോ. ഡ്രസ്സിങ് സൂപ്പറായി. കണ്ട ഈ വല്ലിലിട്ടിരിക്കുന്ന ഈ കാമാരൊക്കെ കണ്ട അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇന്ന് കൊട്ടുവാ. ആരെങ്കിലും കാണുമ്പോ നാണക്കേട് കളിയാക്കും. ഈ ഫോണിന്റെ ഒക്കെ മെമ്മറി എവിടെയാണാവും? ശരി, നിറഞ്ഞാണത്തില്ലേ? ഒരു 256 GB അല്ലേ? 257. അതാണ് ഡയറക്റ്റ് ആയിട്ട് വീഡിയോ ലൈവ് എടുത്തിടണം. അല്ലാതെ ഇങ്ങനെയല്ലേ ഇടേണ്ട. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിടുകയാണെങ്കിലേ ഇപ്പൊ കുളിക്കട്ടെ. ഓ, കുളിച്ചിട്ട് വാ. കുളിക്കാൻ വരണോ? നാറ്റം വരുന്നു. പിന്നെ നമ്മളെ ഇൻഷാദ് ഓരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ കായെ പറ്റി പറയാനില്ല. ഇത് ചെണ്ട കൊട്ടുന്ന ആളാ. ചെണ്ടെന്ന് വിളിക്കാം. ഇക്കാക്ക് പറ്റിയ പണിയതാണ് ചെണ്ട. മുഴുത്ത സമയത്ത് ഇങ്ങനെ കുത്തല്ലേ, അല്ല ശക്തി കടിക്കണോ? ഇൻഷാദിക്കപ്പ നല്ല പാട്ടാ. അത്രയാണോ? ഓ, നല്ല മണോ? എവിടുന്ന് മേടിച്ചാ? അതേ കൊടുക്കും ഇങ്ങനെ നല്ല മണം. നല്ല ഇഷ്ടമുണ്ടാവുമല്ലോ.
നല്ലോണല്ലോ പറഞ്ഞത്. ഈ ബൈക്ക് പിടിക്കാൻ പറ്റില്ല. നൈസുണ്ട്. ഇല്ല നമുക്ക് സെറ്റേ. നാസിഫ്ക്കാരുടെ പാട്ട് ഏതാ? ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ടുസഖി. നാസിഫ്ക്ക പാട്ട് പാടിയിട്ടുണ്ട്. ഉണ്ടുസഖി കല്യാണപ്പരയിൽ പാടുന്നത് ആദ്യം. ഗുരുകുലമുന്തിരി. ഗുരുകുലു ആ പാട്ട്. ഒരു കിലോ മുന്തിരി അല്ലേ? ആ എന്തോ ആയിക്കോട്ടെ. ഒരു കിലോ മുന്തിരി. ഇതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. അത് നാസിഫ്ക്കാരുടെ പാട്ട് പാട്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പഠിച്ചിട്ടില്ല. അവസാനം ചോദിക്കട്ടെ, ലാസ്റ്റ് ചോദ്യമാണ് നിങ്ങളോട്. ഇൻഷാദിക്കാക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? കൃത്യമായിട്ട് പറഞ്ഞ സമ്മാനം തരും ഉറപ്പാ. 27 27 ഓക്കെ, എന്റെ ഏജ് കൂടി പറയണം. എന്റെ 24 25 25 26 പറയത്തില്ലേ? ആ ഒരു 10-35 വയസ്സ് കാണും. കൈ അടിച്ച് നടക്കും. അപ്പൊ എല്ലാരോടും ഇതുവരെ പിന്നെ കണ്ട എല്ലാരോടും നമ്മള് ബൈ പറയാണ്. ഫായിസ് മോനെ മറക്കരുത്. അല്ല, എല്ലാരോടും ദുആ ചെയ്യണം എന്ന് പറ. എല്ലാരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാ. പിന്നെ ഒരിക്കലും ഇനിയും ഇൻഷാ അല്ലാ നമുക്ക് കാണാം. ഇൻഷാ അല്ലാ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. അസ്സലാമു അലൈക്കും. ഏതെങ്കിലും ബ്ലോഗിൽ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ കുട്ടികളെ അവർ മക്കളുണ്ടാവും.